സോ എന്തിനാണ് നമ്മൾ നമ്മുടെ ബോഡി ഒരു ഡയഗ്നോസിസ് അല്ലെങ്കിൽ ഒരു അങ്ങേയറ്റം അസുഖം എത്തിയതിനു ശേഷം മാത്രം നമ്മൾ നമ്മുടെ ബോഡി ടേക്ക് കെയർ ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇൻ ടുഡേസ് എപ്പിസോഡ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. ലൈക്ക് നമ്മളെ ബ്ലഡ് റിപ്പോർട്ട്സിൽ റെഡ് മാർക്സ് കാണിക്കുന്നു, ഇല്ലെങ്കിൽ ഡോക്ടർ പറയുന്നു ഇറ്റ്സ് ഹൈ ടൈം നിങ്ങൾ ചേഞ്ച് വരുത്തിയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ശരിയാവില്ല, ഇല്ലെങ്കിൽ ചെറിയ പെയിൻ ആയി തുടങ്ങിയത് വലിയ വലിയ പെയിനിലേക്ക് എത്തി, നിങ്ങൾ അത്രയും ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഒരു ബ്രേക്ക് ഡൗൺ തന്നാൽ മാത്രം നമ്മൾ ആരോഗ്യം നോക്കുള്ളൂ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ബോഡി ഒറ്റയടിക്ക് ഒരു രാത്രി കൊണ്ടല്ല വയ്യാണ്ടാവുന്നത്. നമ്മുടെ ബോഡി നമുക്ക് ചില വിസ്പേഴ്സ് തരും, അല്ലെങ്കിൽ ചില രീതിയിൽ നമുക്ക് ഇങ്ങനെ സിഗ്നൽസ് തന്നു തുടങ്ങും. ഇൻ ദ ഫോം ഓഫ് ആസിഡിറ്റിയുടെ രൂപത്തിലാവാം, പുവർ സ്ലീപ്പ്, ബ്രെയിൻ ഫോഗ്, മന്ദത, ക്ഷീണം, തലവേദന, ബ്ലോട്ടിംഗ്, പല പല ചെറിയ സിംറ്റംസ് ഉണ്ടാവും. പക്ഷെ അതിനെയൊക്കെ നമ്മൾ കവറപ്പ് ചെയ്യാൻ നോക്കുന്നത് ഓക്കെ വാ ഒരു ചായ കുടിക്കാം, അല്ലെങ്കിൽ ഒരു കാപ്പി കുടിക്കാം, എല്ലാം സെറ്റപ്പ്, എനിക്ക് ക്ഷീണം ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ എന്താണ് എല്ലാവരും ഇപ്പൊ ചെയ്യണ പോലെ പെയിൻ കില്ലേഴ്സ്, ചെറിയ അസ്വസ്ഥത വരുമ്പോഴേ നമ്മൾ തന്നെ റിസർച്ച് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പെയിൻ കില്ലേഴ്സ് പോയി എടുത്ത് കഴിക്കുക. തലവേദനയുടെ ഗുളിക, പനിക്ക് ഡോളോ, ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്ക് മരുന്ന് അവിടെ ഇങ്ങനെ ഉണ്ട്. പക്ഷെ അതിന്റെ റൂട്ട് കോസ് എന്താന്ന് ചിന്തിക്കാൻ പോലും നമ്മൾ നോക്കുന്നില്ല. എന്തുകൊണ്ട് എനിക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ വരുന്നു, വൈ ഇതിന് എന്തെങ്കിലും ഉണ്ടാവാതെ ഇങ്ങനെ വരില്ലല്ലോ എന്ന് ആരും ചിന്തിക്കുന്നില്ല. സോ ഇല്ലെങ്കിൽ എക്സ്ക്യൂസസ് ആയിരിക്കും, ഞാൻ ടയർഡാണ്, ഞാൻ സ്ട്രെസ്ഡ് ആണ്, എന്റെ വർക്ക് ലോഡ് കൊണ്ടിട്ടാണ്, ഇല്ലെങ്കിൽ എല്ലാവരും പറയണ പോലെ നമ്മളൊക്കെ പറയണ പോലെ ഞാൻ അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യും, ഇല്ലെങ്കിൽ അടുത്ത ന്യൂ ഇയറിന് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് എന്തിനാണ്? ബിക്കോസ് ഇറ്റ്സ് അവർ ഹെൽത്ത്. നമുക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നു, നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിൽ എത്തുന്നു, നമുക്ക് ഒന്ന് ദേഹം അനക്കിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മുടെ ലൈഫ്, നമ്മുടെ ബോഡി നമ്മളെ കൊണ്ട് എത്തിക്കുമ്പോഴാണ് നമ്മൾ എല്ലാവരും അവെയർ ആവുന്നത്. ആൻഡ് ആ ഒരു മൊമെന്റിലാണ് നമ്മൾ ചിന്തിക്കുന്നത്, അയ്യോ എനിക്ക് അന്ന് ആരോഗ്യം എനിക്ക് നോക്കായിരുന്നു, ഇല്ലെങ്കിൽ അന്ന് എനിക്ക് എക്സസൈസ് ചെയ്യായിരുന്നു, ഇല്ലെങ്കിൽ അന്ന് എനിക്ക് നല്ല ആഹാരം കഴിക്കായിരുന്നു, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എനിക്ക് ഇതൊക്കെ ചെയ്യാമായിരുന്നു എന്ന് ചിന്തിക്കുന്നത് എല്ലാം കഴിഞ്ഞുള്ള സ്റ്റേജിലാണ്. എന്തിനാണ് നമ്മൾ ഇത്രത്തോളം എല്ലാ ടെക്നോളജി ഇല്ലെങ്കിൽ അവയർനെസ് എല്ലായിടത്തും ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അത് മറന്നു നിന്നാൽ എങ്ങനെയാണ്? നമ്മളെ ബോഡീനെ മാത്രമേ നമ്മളിങ്ങനെ നോക്കുള്ളൂ. നമുക്കുള്ള മെറ്റീരിയലിസ്റ്റിക് ആയ സാധനങ്ങൾ, ഒരു കാർ ആയിക്കോട്ടെ, കാറിന് വേണ്ടുന്നുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായി സർവീസ്, ഇൻഷുറൻസ് എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നമ്മളെ ബോഡീനെ നമുക്ക് ടേക്ക് കെയർ ചെയ്തുകൂടാ? ഇറ്റ്സ് സോ ഡിസപ്പോയിന്റിങ്. കാരണം നമുക്ക് ഓൾമൈറ്റി ഇല്ലെങ്കിൽ സർവശക്തൻ നമുക്ക് തന്നിരിക്കുന്ന അത്രയും വലിയൊരു ശരീരം, അല്ലെങ്കിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ശരീരം നമ്മൾ ടേക്ക് കെയർ ചെയ്യണ്ടേ? നമ്മളോട് ഒരു അക്ഷരം പോലും പറയാണ്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ബോഡി. ആ ബോഡീനെ റെസ്പെക്ട് ചെയ്യുക, ആ ബോഡിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കുക. ആ ബോഡി സംസാരിക്കാൻ അറിയില്ല, സോ ഇങ്ങനെ തരുന്ന സിഗ്നൽസ്, വാർണിങ്സിനെയൊക്കെ നമ്മളൊന്ന് അവയർനെസ് കൊണ്ടുവന്ന് നമ്മളൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കും, എന്ത് ഹെൽത്തി ആയിരിക്കും അല്ലെ? പ്രിവെൻഷനെ നമ്മൾ അത്ര വലിയ കുറ്റമായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നു സോ ദാറ്റ് നമുക്ക് ജീവിതമുള്ളിടത്തോളം കാലം ഒരു ക്വാളിറ്റി ലൈഫ് നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മുടെ ഒരു നമ്മുടെ നെഗ്ലിജൻസ് കൊണ്ട് നമുക്കൊരു പ്രശ്നം വരണം. ഞാൻ ആദ്യത്തെ വീഡിയോ പറഞ്ഞ പോലെ കൺട്രോൾ ഉള്ള കാര്യങ്ങളുണ്ട്, കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളുണ്ട്. നമുക്ക് കൺട്രോൾ ഉള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ അത് ചെറിയ ചെറിയ ഹാബിറ്റ്സ് ആണ്. നമ്മൾ പറയുന്നൊരു സംഭവം ഉണ്ട്, നമ്മൾ പിന്നെ നോക്കാം, പിന്നെ ശ്രദ്ധിച്ചു തുടങ്ങാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന ഓരോ മീൽ, നിങ്ങൾ ഉറക്കം കളയുന്ന ഓരോ രാത്രികൾ, ഇല്ലെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യേണ്ട, നിങ്ങൾ ദേഹം വരക്കണ്ട, ഇല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ കിടക്കുന്ന ടൈം ഓരോ ദിവസവും ആഡ് ചെയ്യാണ്. ഓരോ ദിവസം അതാണ് ഹാബിറ്റ് ബിൽഡിങ്ങിന്റെ ഫോർമേഷൻ. നമ്മൾ ഇതിലൊക്കെ അടിസ്ഥാനമാണ് ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാന്നുള്ളത്. നമുക്ക് ഫണ്ണി ആയിട്ട് തോന്നും, നിങ്ങൾ ഒരു 2 പേജ് ബുക്ക് വായിക്കൂ, അല്ലെങ്കിൽ ഇത്ര വെള്ളം കുടിക്കൂ, ഒരു 10 മിനിറ്റ് ആയിക്കോട്ടെ നിങ്ങൾ നടക്കൂ, ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നേരത്തെ കിടന്നു നോക്കൂ, അരമണിക്കൂർ ഏർലി ആയിട്ട് എണ്ണീട്ട് നോക്കൂ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നും. പക്ഷെ ആ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓരോ ദിവസം ചെയ്ത് എത്തുമ്പോഴാണ് അതിന് കോമ്പൗണ്ട് ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. നമുക്കൊരു ബ്ലഡ് റിപ്പോർട്ടോ ഇല്ലെങ്കിൽ ഒരു വാർണിംഗോ ഇല്ലെങ്കിൽ ഒരു റെഡ് സിഗ്നൽ വന്നിട്ട് വേണ്ട നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കുന്നത്. നമുക്കുള്ള ആരോഗ്യം നിങ്ങൾ അനലൈസ് ചെയ്യുക, നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾക്ക് ചെറിയ ചെറിയ ഈ പറയുന്ന പോലത്തെ കുറെ സിംറ്റംസ് നിങ്ങൾക്ക് ഉണ്ടോ, അത് ഉണ്ടെങ്കിൽ അതിന്റെ റൂട്ട് കോസ് എന്താണ്, അത് എന്തുകൊണ്ടാണ് എനിക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അതിനുള്ള എക്സ്പെർട്ടൈസ് പ്രൊഫഷണൽസിന്റെ അടുത്ത് പോയിട്ട് അവരോടിരുന്ന് സംസാരിക്കുക, അതിലേക്ക് എത്തുക. ആൻഡ് പ്ലീസ് ടേക്ക് കെയർ ഓഫ് ഹെൽത്ത്. ബിക്കോസ് ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉള്ളതിനെ റെക്ടിഫൈ ചെയ്യുക, നല്ലൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക, നല്ല രീതിയിൽ കഴിക്കുക, നല്ല ദേഹം ഒന്ന് അനക്കുക, ചെറിയൊരു മൂവ്മെന്റ്, അരമണിക്കൂറാണെങ്കിലും നിങ്ങൾ മൂവ് ചെയ്യുക, ഉറങ്ങുക. നിങ്ങൾക്ക് ഈ ഒരു ലൈഫിൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഇത്രയും നിൽക്കുന്ന സമയത്ത് അതിനെ മാനേജ് ചെയ്യാനുള്ള വേസ് നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനെ എല്ലാവർക്കും ഒരു അടിപൊളി ലൈഫ് നമുക്ക് ജീവിക്കാൻ പറ്റട്ടെ എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ എനിക്കിവിടെ ഉള്ളൂ. ആൻഡ് നമ്മളെല്ലാവരും വിചാരിക്കും നമുക്ക് ഒരുപാട് സമയമുണ്ടെന്ന്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ പറഞ്ഞ ചെറിയ സിംറ്റംസ് ഒക്കെ ഇഗ്നോർ ചെയ്ത് അവസാനം നമ്മുടെ ബോഡി നമുക്കൊരു ബില്ല് സെൻഡ് ചെയ്യും. എല്ലാം കഴിഞ്ഞു,
കഴിഞ്ഞു, ഇനി നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ ഇനി ശ്രദ്ധിച്ചേ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഇനി ഒന്നും പറ്റില്ല എന്നുള്ളൊരു സ്റ്റേജിൽ എത്തും. പക്ഷെ ആ ബില്ല് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതിന് മുന്നേ ലെറ്റ്സ് ടേക്ക് കെയർ ഓഫ് അവർ ഹെൽത്ത്. ഹെൽത്ത് അവയർനെസ് എന്ന് പറയുന്ന ഒരു പേടിയോടെ കാണേണ്ട സംഭവമല്ല, ഒരു പക്ഷെ ആ സമയം ഒരു റെസ്പെക്റ്റോടെ കാണേണ്ട ഒരു സംഭവമാണ്. നമ്മുടെ കൂടെ ഒരു കംപ്ലൈന്റും ചെയ്യാണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ബോഡീനെ കുറച്ച് റെസ്പെക്റ്റും കുറച്ച് സ്നേഹവും കരുതലും കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ബോഡി നമ്മുടെ കൂടെ എന്നും എപ്പോഴും ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് നമുക്ക് കുറ്റബോധം ഉണ്ടാവില്ല, ഞാൻ നോക്കിയില്ലല്ലോ, എനിക്ക് ആയ കാലത്ത് എനിക്ക് നോക്കാൻ പറ്റിയില്ല, ഞാൻ നോക്കിയിരുന്നെങ്കിൽ ആവാമായിരുന്നു എന്നുള്ള കുറ്റബോധം മാറും. എല്ലാ മനുഷ്യർക്കും ഒരു സ്റ്റേജിൽ കുറ്റബോധമാണല്ലോ ഹോണ്ടിങ് ആയിട്ട് വരുന്നത്. സോ മൈ പവർ ഫാം, നിങ്ങൾ ഈ സയൻസും ഇതൊക്കെ ഇഗ്നോർ ചെയ്തിരിക്കുകയാണെങ്കിൽ ഡോണ്ട് വറി, ഇറ്റ്സ് നെവർ ടു ലേറ്റ്. ഇപ്പോൾ ഈ മൊമെന്റിൽ നിങ്ങളൊരു ഡിസിഷൻ എടുത്താൽ മതി. ഓക്കെ ഫൈൻ, ഞാൻ അനലൈസ് ചെയ്യാൻ പോകണം, എൻ്റെ ബോഡി എന്താണ്, എനിക്ക് എവിടെയാണ് പ്രശ്നം, എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോയി കൺസൾട്ട് ചെയ്യട്ടെ എൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഡിസിഷൻ എടുത്താൽ മാത്രം മതി. ആൻഡ് ജസ്റ്റ് ബി ഡിറ്റർമൈൻഡ് ആൻഡ് ഡിസിപ്ലിൻഡ്. ബിക്കോസ് റിമെമ്പർ, യു ക്യാൻ എയ്തർ ലേൺ ത്രൂ ഡിസിപ്ലിൻ ഓർ ഡിസ്കംഫർട്ട്. ചോയ്സ് ഇസ് യോഴ്സ്. നിങ്ങളുടെ മാത്രം കയ്യിലാണ് നിങ്ങളുടെ ചോയ്സ് ഉള്ളത്. സോ ചൂസ് വൈസ്ലി ആൻഡ് നമുക്കൊക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് ഇവിടെ ബിൽഡ് ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് episode. Till then, it's part of self. Dr. Sana Senadine signing out.